ഉത്തരമാറ്റിൻ പൊന്നും പുടവയും. ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ്, പന്തളം, ഹരിപ്പാട്, കുളനട. നമസ്കാരം. 11ാമത് യോഗാ ദിനം ലോകം ആചരിക്കുമ്പോൾ ഈ ചെമ്പക്കുട്ടിയമ്മയ്ക്ക് 84 വയസ്സ്. കഴിഞ്ഞ 9 വർഷമായി ചെമ്പക്കുട്ടിയമ്മ തുടർച്ചയായി യോഗ അഭ്യസിക്കുന്നു. കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK രാധാകൃഷ്ണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനം ആരംഭിച്ച സമയം മുതൽ യോഗാചാര്യൻ MG ദിലീപിന്റെ ശിക്ഷണത്തിൽ യോഗ പരിശീലനം നടത്തിവരികയാണ് ചെമ്പക്കുട്ടിയമ്മ. ഇപ്പോൾ കുന്നന്താനം ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന യോഗ പരിശീലനത്തിലെ സ്ഥിരം ആളാണ് ഈ 84-കാരി. യോഗ സ്ഥിരമായി പരിശീലിക്കുന്നത് കൊണ്ട് ശരീരവേദന ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഇവർക്കില്ല. പ്രായം ഇത്രയുമായെങ്കിലും ഓർമ്മശക്തി നിലനിൽക്കുന്നതിന്റെ കാരണവും യോഗയാണെന്ന് ചെമ്പക്കുട്ടിയമ്മ പറയുന്നു. ഒരു 9 വർഷത്തോളമായി പഠിക്കാൻ തുടങ്ങിയിട്ട്. ആദ്യം പഞ്ചായത്തിലായിരുന്നു പഠിപ്പിച്ചത്, ദിലീപ് സാറായിരുന്നു പഠിപ്പിച്ചത്. അന്ന് അത് കുറേ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടക്കാലം പഠിക്കാതെയൊക്കെ ഇരുന്നു. ഇപ്പം വീണ്ടും പിന്നെയും പഠിക്കുക. കാലുവേദന, കൈയുടെ വേദന ഇതിനെല്ലാം വളരെ കുറവാണ്. പിന്നെ ശരീരം ഒതുങ്ങിക്കിട്ടി ഈ യോഗ പഠിച്ചതോടുകൂടെ. ഓർമ്മശക്തി കിട്ടി. ഓർമ്മശക്തിക്ക് വേണ്ടി പ്രത്യേക ഒരു യോഗ ദിലീപ് സാർ പഠിപ്പിച്ചു. അത് ചെയ്യുമ്പം ഓർമ്മശക്തി കിട്ടുക. പിന്നെ എനിക്കിപ്പോൾ 84 വയസ്സുണ്ട്. മിക്ക ദിവസങ്ങളിലും വീട്ടിൽ തന്നെ നിന്ന് സൂര്യ നമസ്കാരം മിക്കവാറും ചെയ്യും. അപ്പം എല്ലാത്തിനും കൂടെ ആകും സൂര്യ നമസ്കാരം അന്ന് ആദ്യം പഠിപ്പിച്ച സാറ് ഞങ്ങളോട് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പോഴത്തെ പഞ്ചായത്തിലെ സാറിൻ്റെ അടുക്കലാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഇപ്പോഴും മിക്ക ദിവസങ്ങളിലും ഒക്കെ പോകും. അങ്ങനെ യോഗ എനിക്കിഷ്ടമാണ് ചെയ്യുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യോഗ ഒരു മനുഷ്യായുസിന്റെ ശക്തിയാണെന്ന് പ്രായവ്യത്യാസമില്ലാതെ വർഷങ്ങളായി യോഗ ചെയ്യുന്ന ഇവർ പറയുന്നു. ചെമ്പക്കുട്ടിയമ്മയെ പോലെ നിരവധി പ്രായമായവർ കുന്നന്താനം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യോഗയിൽ പങ്കാളികളാകുന്നുണ്ട്. ഇപ്പോൾ കുന്നന്താനം ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അഞ്ജനയുടെ നേതൃത്വത്തിൽ യോഗ ഇൻസ്ട്രക്ടർ വീണയാണ് ഇവരെ പരിശീലിപ്പിക്കുന്നത്. ഈ വർഷത്തെ യോഗയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് യോഗ ഫോർ ഓൺ എർത്ത്, വൺ ഹെൽത്ത് എന്നാണ്. ന്യൂസ് ബ്യൂറോ, കുന്നന്താനം.